Hello friends, I am Thulasi. Welcome to the physics channel, fourth dimension. Next is combination of thin lenses in contact. ലെൻസുകളെ നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കുന്ന തിൻ ലെൻസസ് എടുത്ത് പഠിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ L1 എന്ന് പറഞ്ഞ ലെൻസ് കണ്ടില്ലേ, L2 എന്ന് പറയുന്ന രണ്ടാമത്തെ ലെൻസ് കണ്ട് എൻ്റെ ഫോക്കലിംഗ് F1 F2 അല്ലേ ആണല്ലോ. ആ രണ്ട് ലെൻസുകൾ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചുള്ള കോമ്പിനേഷൻ, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ. ഈ ലെൻസ് നമ്മൾ സിംഗിളായിട്ട് സാധാരണ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പിനകത്തൊക്കെ നമ്മൾ ലെൻസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് സിംഗിൾ ലെൻസുകൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരുപാട് അബറേഷൻസ് ഉണ്ടാകും, ഒരുപാട് ഡിഫക്റ്റുകൾ വരും. സ്പെറിക്കൽ അബറേഷൻ, അതുപോലെ തന്നെ ക്രോമാറ്റിക് അബറേഷൻ, കളേർഡ് ഇമേജസ് ഉണ്ടാകുന്ന ഫിനോമിന, അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ, അങ്ങനെയുള്ള ലെൻസിനകത്ത് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടാകും. അതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ കോമ്പിനേഷൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ എപ്പോഴും നമ്മൾ കമ്പൈൻ ചെയ്തൊരു കോമ്പിനേഷനാണ് ഈ ഇൻസ്ട്രുമെൻസിനകത്ത് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഈ ലെൻസിൻ്റെ കോമ്പിനേഷൻ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇൻ ഫിഗർ വി ക്യാൻ സീ ടു ലെൻസസ് L1 and L2. And these two lenses are placed in contact and they are thin lenses and they are having their own focal length. They are F1 and F2. ഇത്രയും കണ്ടല്ലോ. ഇനി ഫസ്റ്റ് ലെൻസിൽ നമ്മൾ U ഡിസ്റ്റൻസ് അകലെ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ ഈ ഫസ്റ്റ് ലെൻസിൽ നിന്ന് V ഡിസ്റ്റൻസ് അകലെ, V ഡിസ്റ്റൻസ് നമുക്ക് മാറ്റിയിട്ട് V1 ആക്കാം. V1 ഡിസ്റ്റൻസ് അകലെ യു ആർ ഗെറ്റിംഗ് ദ ഇമേജ് I1 ഡ്യൂ ടു റിഫ്രാക്ഷൻ അറ്റ് ദ ഫസ്റ്റ് ലെൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലെൻസ് റിഫ്രാക്ഷൻ ആണ് നോക്കുന്നത്. L1 റിഫ്രാക്ഷൻ നോക്കുമ്പോൾ ഓ ഓബ്ജക്റ്റും I1 അതിൻ്റെ ഇമേജുമാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ലെൻസിൻ്റെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ലോ ഓഫ് ഡിസ്റ്റൻസ് അപ്ലൈ ചെയ്യത്തില്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ആണെങ്കിൽ 1/v എന്ന് പറയുമ്പോൾ ഇമേജിലേക്കുള്ള ദൂരമാണ്. അപ്പം നമുക്ക് അവിടെ കിട്ടുന്നത് 1/v1. ഇമേജ് ഇവിടെ I1 ആണ്, ഡിസ്റ്റൻസ് V1 ആയതുകൊണ്ട് 1 ഇമേജിലേക്കുള്ള ദൂരം എടുക്കണം. ഇപ്പോൾ 1/v1, പിന്നെ സൈൻ വരുന്ന മൈനസ് ആ ലെൻസിന്, പിന്നെ ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ -1/u ഈസ് ഈക്വൽ ടു reciprocal of focal length, that is 1/f1. This is equation number 1. This is equation for the first lens when the light is undergoing refraction and object doing image I1 ആയിരിക്കും. സെക്കൻഡ് ലെൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓബ്ജക്റ്റ് ഇല്ല. അപ്പോൾ I1 എന്ന് പറയുന്ന ഈ ലെൻസിന്റെ ഫസ്റ്റ് ലെൻസിന്റെ ഇമേജിലെ that is functioning as a virtual object for the second lens. അപ്പോൾ സെക്കൻഡ് ലെൻസിന് ഓബ്ജക്റ്റ് ആരാ? I1. അപ്പോൾ ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എടുക്കാൻ നമ്മൾ V1 എടുക്കേണ്ടി വരും. അതേസമയം സെക്കൻഡ് ലെൻസിൽ ഈ പോകുന്ന റേ പിന്നെ ഒന്നുകൂടെ ബെൻഡ് ചെയ്യും. കണ്ടോ, ഫസ്റ്റ് ലെൻസിൽ നിന്നുള്ള ബെൻഡിങ് കൊണ്ടാണ് I1 കിട്ടുന്നത്. സെക്കൻഡ് ലെൻസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് പിന്നെയും റിഫ്രാക്ട് ചെയ്യും. രണ്ടാമത് റിഫ്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് I ആണ്. O എന്ന് പറയുന്ന ഓബ്ജക്റ്റിന്റെ ഫൈനൽ ഇമേജ് I ആണ്. ഫസ്റ്റ് ലെൻസ് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കാം I1. അത് വെറും അസംഷൻ മാത്രമാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ സെക്കൻഡ് ലെൻസ് റിഫ്രാക്ഷൻ പഠിക്കുമ്പോഴും ഓബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്കറിയാം I1 ആണ് ഓബ്ജക്റ്റ്, അപ്പോൾ ഡിസ്റ്റൻസ് V1, ഇമേജ് ഡിസ്റ്റൻസ് അറിയാം V അറിയാം, അതിൻ്റെ ഫോക്കൽ ലെങ്ത് അറിയാമെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ലോ ഓഫ് ഡിസ്റ്റൻസ് ഫോർ ദ സെക്കൻഡ് ലെൻസ്, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം ഏതാ വരുന്നത് V മൈനസ് 1 ഡിവൈഡ് ബൈ ഓബ്ജക്ട് ഡിസ്റ്റൻസ് വരും. ഓബ്ജക്ട് ഡിസ്റ്റൻസ് വരുന്നത് V1, I1 അവിടുത്തെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/f2 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ യു ആർ ആഡിങ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഡിവൈഡ് ബൈ V1 മൈനസ് 1 ഡിവൈഡ് ബൈ U പ്ലസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന 1/v മൈനസ് 1/v1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 1/f1 പ്ലസ് 1/f2. ആൻഡ് ഫ്രം ദാറ്റ് യു ക്യാൻ ക്യാൻസൽ പ്ലസ് 1/v1 ആൻഡ് മൈനസ് 1/v1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ട, ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. സോ യു ആർ ഗെറ്റിംഗ് 1/v, ഈ പ്ലസ് ഉള്ള ആദ്യം എഴുതുക, പിന്നെ ഈ മൈനസ് ഉള്ളത് മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f1 plus 1/f2, and this is we are taking as equation number 3. Then we are going to the combination again. There you are replacing the two lenses L1 and L2 by a single lens, but this single lens has an equivalent focal length corresponding to these two lenses. ഈ രണ്ട് ലെൻസുകളോട് കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ എത്ര ഫോക്കൽ ലെങ്ത് അവർക്ക് തരാൻ കഴിയുമോ അത് ആ സിംഗിൾ ലെൻസ് തരുന്നതുകൊണ്ട് ദിസ് ഈസ് ആൻ ഈക്വലൻ ലെൻസ് ആണ്. ഈ ഈക്വലൻ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എടുക്കുന്ന F ആണ്. അപ്പോൾ ഈ രണ്ട് ലെൻസിനെ വെച്ചപ്പോൾ കിട്ടിയ ഫോക്കൽ ലെങ്തും ഒരാളെ വെക്കുമ്പോൾ കിട്ടുന്ന ഫോക്കൽ ലെങ്തും സെയിം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലെൻസിന്റെ മുന്നിലായിട്ട് ഈ L എന്ന് പറഞ്ഞ ലെൻസ് ആണല്ലോ ഈക്വലൻ ലെൻസ് എന്ന് വിളിക്കുന്നത്, ഈക്വലൻ ലെൻസ് എന്നാണ് വിളിക്കുന്നത്. ആ ലെൻസിന് മുന്നിലായിട്ട് നമ്മൾ ഓബ്ജക്റ്റ് വെക്കുന്നു. O എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് വെക്കുന്ന ഡിസ്റ്റൻസ് എത്ര വന്നിരിക്കുന്നത് U അല്ലേ. മുമ്പേ കോമ്പിനേഷന് മുമ്പിൽ എത്ര ഡിസ്റ്റൻസ് വെച്ചോ അത് ഡിസ്റ്റൻസ് വെച്ചാൽ ഇതിൽ വരുന്ന ലൈറ്റ് അതിൻ്റെ ഫൈനൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? I ൽ, ദാറ്റ് ഈസ് V. ഫോക്കൽ ലെങ്തിന് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട്
ഓബ്ജക്റ്റിന്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് കിട്ടുന്ന ഇവിടുത്തെ അതേ ദൂരത്തിൽ തന്നെ കിട്ടും കണ്ടോ. സോ വി there also we are having view and f. So for the combination we can apply the law of distances. So 1 by v minus 1 by u is equal to 1 by capital F. This is equivalent focal length and this is taken as equation number 4. Then what is the character of equation 3 and 4 when you are comparing these two equations? Left sides are equal. 1 by u minus 1 by u ഇവിടെ അത് തന്നെയല്ലേ അല്ലേ. but left side equal ആണ്, right side equal ആയിരിക്കത്തില്ലേ. so we can write for the combination 1 by f is equal to 1 by f1 plus 1 by f2. Then how can you find out the equivalent focal length in the case of the combination? The reciprocal of the equivalent focal length is equal to the sum of the reciprocal of the individual focal length. Suppose you are having a number of lenses in contact. ഇതിനെ കൂടെ ഒരു ലെൻസ് കൂടെ വെച്ച് ഉപയോഗിക്കാം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് f3 എന്ന് എടുക്കാം. അടുത്ത ലെൻസ് വെച്ചു ഫോക്കൽ ലെങ്ത് f4 എന്ന് എടുക്കാം. അങ്ങനെ കുറേ ലെൻസുകൾ നമ്മൾ കമ്പൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഈക്വലന്റ് ഫോക്കൽ ലെങ്ത് വരുന്നത് എങ്ങനെ 1 by f is equal to 1 by f1 plus 1 by f2 plus 1 by f3 plus etc. നമുക്കറിയാം ഈക്വലന്റ് ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ ഈക്വലന്റ് പവർ എടുക്കുക. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഈസ് പവർ. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷന്റെ പവർ വേണ്ടേ? അതായത് പവർ ഓഫ് ദ കോമ്പിനേഷൻ. പവർ ഓഫ് കോമ്പിനേഷൻ എടുക്കാണെങ്കിൽ രണ്ട് ലെൻസ് ആണ് ഇത് എടുക്കാൻ നമുക്കല്ലേ. 1 by f എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് പവർ ആണ്, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമുക്ക് p എന്ന് കൊടുക്കാം അല്ലെ. p is equal to ഫസ്റ്റ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 1 by f1 that is p1 പ്ലസ് സെക്കൻഡ് ലെൻസിന്റെ 1 by f2 that is p2 കേട്ടോ. അപ്പോൾ പവർ ആഡ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറേ ലെൻസുകൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇത് വരും p is equal to p1 പ്ലസ് p2 പ്ലസ് p3 പ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തേക്കുന്ന ഇക്വലന്റ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, ഇക്വലന്റ് പവർ പറഞ്ഞു. ഇനി അടുത്ത് വരുന്ന ഓവറാൾ മാഗ്നിഫിക്കേഷൻ വരും. ഓവറാൾ മാഗ്നിഫിക്കേഷൻ. ഈ ഫസ്റ്റ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ m1 എടുക്കാം, സെക്കൻഡ് ലെൻസിൻ്റെ m2 എടുക്കാം, തേർഡ് ലെൻസിൻ്റെ m3 ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓവറാൾ മാഗ്നിഫിക്കേഷൻ, ഈ കോമ്പിനേഷൻ്റെ മാഗ്നിഫിക്കേഷൻ ഓവറാൾ മാഗ്നിഫിക്കേഷൻ അത് വരുന്നത് m1 ഇൻറ്റു m2 ഇൻറ്റു m3 ഇൻറ്റു എക്സെട്ര എന്ന് എടുത്താൽ അത് കണ്ടോ. അവിടെ നേരത്തെ എടുത്ത പോലെ ആഡ് ചെയ്യുകയൊന്നുമല്ല, മൾട്ടിപ്ലിക്കേഷനാണ്. ഇതൊക്കെ തിയറി നമുക്ക് വേണ്ട, ജസ്റ്റ് ആ ഇക്വേഷൻസ് മാത്രം പഠിക്കുക. ഓവറാൾ മാഗ്നിഫിക്കേഷൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ലെൻസസ് ഇൻ ദ കോമ്പിനേഷൻ. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് റിഫ്രാക്ഷൻ ഇൻ എ പ്രിസം. പ്രിസത്തിൽ നടക്കുന്ന റിഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് പോകാം. ഈ ഫിഗറിനകത്ത് കാണുന്ന ABC ഇസ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ പ്രിസം. ഒരു പ്രിസത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ മാത്രമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ABC. അതിനകത്ത് BC എന്ന് പറയുന്ന ബേസ് ആണ് പ്രിസത്തിൻ്റെ. BC വിളിക്കുന്ന പേരെന്താ? BC ഈസ് കോൾഡ് ബേസ് ഓഫ് ദ പ്രിസം. ആൻഡ് AB ആൻഡ് AC അത് പ്രിസത്തിൻ്റെ ബാക്കി വരുന്ന രണ്ട് സൈഡുകളാണ് അല്ലേ. ദേ ആർ കോൾഡ് റിഫ്രാക്റ്റിംഗ് ഫേസസ്. ഒരു ബേസും രണ്ട് റിഫ്രാക്റ്റിംഗ് ഫേസസും വരും. അല്ലെ AB റിഫ്രാക്റ്റിംഗ് ഫേസ് ആണ്, AC റിഫ്രാക്റ്റിംഗ് ഫേസസ് ആണ്. കാരണം ലൈറ്റ് റിഫ്രാക്ഷന് സബ്ജക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഫേസുകളിലാണ് അല്ലേ. ഇനി നമ്മൾ കാണുന്നത് ഇതിനകത്ത് കാണുന്ന ഒരു PQ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ദ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് ഫേസ് AB. അവിടെ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1. അത് കഴിഞ്ഞ് പ്രസത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ടറി QR ആണ്. ഇറ്റ് ട്രാവൽസ് അറൗണ്ട് ദ ഡയറക്ഷൻ സോ ദാറ്റ് എലോങ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് നോർമൽ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ R1. എന്ന് പറഞ്ഞപ്പം I1 ഫസ്റ്റ് ഫേസിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും R1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫേസിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആയിരിക്കും. ഈ ലൈറ്റ് സെക്കൻഡ് ഫേസിൽ ചെന്ന് വീഴുന്ന R എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അവിടെ നമ്മുടെ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആംഗിൾ എത്ര? ദാറ്റ് ഈസ് R2. അപ്പോൾ സെക്കൻഡ് ഫേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? R2. ഇനി അതിനുശേഷം സെക്കൻഡ് ഫേസിൽ നിന്ന് റിഫ്രാക്ഷന് സബ്ജക്റ്റ് ചെയ്തിട്ട് എമർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വരയ്ക്കുന്ന നോർമൽ ഇല്ലേ, അതായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ I2 ആണ്. സോ it is ആംഗിൾ ഓഫ് എമർജൻസ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് നമ്മൾ കാണുന്ന I1 ആൻഡ് R1 ആർ ദ
angle of incidence and angle of refraction at the first phase, and R2 and I2 are the angle of incidence and angle of emergence at the second phase. ഈ സൈഡിൽ വരയ്ക്കുന്ന അല്ലെങ്കിൽ എ ബിക്ക് വരയ്ക്കുന്ന നോർമലും എ സിക്ക് വരയ്ക്കുന്ന നോർമലും ഏത് പോയിന്റിൽ മീറ്റ് ചെയ്യണം? ദേ ആർ മീറ്റിംഗ് അറ്റ് ദ പോയിന്റ് എൻ. അപ്പോൾ നോർമൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ഫിഗറിനകത്ത് എൻ. അതേപോലെ തന്നെ യു ആർ പ്രൊസീഡിങ് ദ ഇൻസിഡന്റ് റേ. കണ്ടല്ലേ, പി ക്യു എന്ന് പറഞ്ഞ റേയെ ഈ ഡോട്ടർ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എമർജ് ചെയ്യുന്ന ലൈറ്റ് ആർ എസ് അല്ലേ, അതിന്റെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡെൽറ്റ എന്നൊരു ആംഗിൾ വരുന്ന കണ്ടോ? സ്മോൾ ഡെൽറ്റ ഉപയോഗിച്ചിരിക്കുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടില്ലേ? ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പൊ ഡെൽറ്റയുടെ പേരെന്താ? ഡെൽറ്റ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. So what is angle of deviation? It is angle between direction of the incident light and direction of the emergent light. അതാണ് ഡെൽറ്റ എന്ന് എടുക്കുന്നത്. അതേപോലെ ഈ ഫിഗറിനകത്ത് നമുക്ക് ഈ ഒരു പോയിന്റ് ഇ എന്നൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇപ്പോൾ ഈ ഫിഗർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. ഇതിനകത്ത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഈ ആംഗിൾസ് എല്ലാം അതിനകത്ത് മനസ്സിലായല്ലോ. ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുക. ക്വാഡ്രിലാറ്ററൽ അതിന്റെ പേര് നമുക്ക് കൊടുക്കാം AQNR. ഒരു ക്വാഡ്രിലാറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സം 180 ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരത്തില്ലേ? ഇത് രണ്ടും ആംഗിൾ ചെയ്താൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ എത്ര? ദാറ്റ് ഈസ് 180 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എ എന്ന് പറഞ്ഞു. ഈ നമ്മൾ പ്രസത്തിന്റെ ഈ കോർണറിന് കൊടുത്തേക്കുന്ന പേര് എ എന്നാണ്. ഇവിടുത്തെ ആംഗിളും നമ്മൾ എ എന്ന് തന്നെ എടുക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ഡേറ്റ ഓവർലാപ്പ് ചെയ്യേണ്ട. അപ്പം എ പ്ലസ് ആംഗിൾ ഓഫ് പ്രിസം ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് റിഫ്രാക്റ്റിംഗ് എഡ്ജസിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പ്രിസം. ആ ശരിക്കും പ്രസന്റ് റെപ്രസെന്റേഷൻ ABC-ക്കകത്ത് എ പുറത്തല്ലേ കൊടുത്തേക്കുന്നേ. ഇതന്നെ ഇവിടുത്തെ ആംഗിൾ ആയിട്ട് എ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കാം. എ പ്ലസ്. ഇനി അടുത്തായിട്ട് വരുന്ന ഏതാ? ആംഗിൾ എൻ. കണ്ടോ, എൻ എന്ന് പറഞ്ഞപ്പോൾ ആംഗിൾ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ദിസ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത പോലെ നമുക്ക് ഇവിടെ AQN എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, പിന്നെ ഈ ക്വാഡ്രിലാറ്ററിലെ AQN എന്ന് പറയുന്ന ഈ ആംഗിൾ ഇല്ലേ, അതും AR എന്നോട് ആഡ് ചെയ്താലും 180 വരും. പക്ഷെ നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്റർ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എടുത്ത് ആഡ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 ഫോം ചെയ്യും. Then you are going to the triangle QNR. In triangle QNR, കണ്ടല്ലോ, ഇതാ QNR എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിളിനകത്ത് സം ഓഫ് ദ ത്രീ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ അതിനകത്ത് ആംഗിൾസ് ഏതൊക്കെ വരുന്നത്? ഈ ട്രയാങ്കിളിനകത്ത് ഒരു ആംഗിൾ R1 ആണ്, സെക്കൻഡ് ആംഗിൾ R2, ഒന്ന് N എന്ന് പറഞ്ഞ പോലെ ആംഗിൾ, അത് ആംഗിൾ N എന്നാണ് കൊടുക്കുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇൻ ട്രയാങ്കിൾ QNR R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇതും ഇതോട് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ. ആൻഡ് വെൻ യു കമ്പയർ ദ ഇക്വേഷൻ 1 and 2, there we can see the right side are equal. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് നമ്മൾ ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാം. സോ ഫ്രം ഇക്വേഷൻ 1 and 2 on comparison we can write A plus angle N is equal to R1 plus R2 plus angle N. Angle N both sides ഉണ്ടെങ്കിൽ ക്യാൻസൽ ആക്കാം അല്ലേ. ഫ്രം ദാറ്റ് we are getting A is equal to R1 plus R2 and this is equation number 3. ഇതിന്ന് മനസ്സിലാക്കി എന്താ? ഈ ഫസ്റ്റ് ഫേസിലെ ആംഗിൾ റിഫ്രാക്ഷനും സെക്കൻഡ് ഫേസിലെ R2 ആഡ് ചെയ്താൽ ഈ പ്രിസത്തിന്റെ ആംഗിൾ കിട്ടുമെന്നാണ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 3 നമുക്ക് തരുന്ന ഒരു ഐഡിയ. ഇതാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ട്രയാങ്കിൾ EQR. In triangle EQR, exterior angle is equal to sum of the opposite interior angles. ഇവിടെ ഒരു EQR ട്രയാങ്കിളിനകത്ത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലേ, ഈ ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ വരും. ഈ രണ്ട് ആംഗിളോട് ആഡ് ചെയ്യാന്നെങ്കിൽ എസ്റ്റീരിയർ ഇതല്ലേ ഡെൽറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താ? EQRനകത്ത് എസ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. എസ്റ്റീരിയർ ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഡെൽറ്റയാണ്. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഡെൽറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ട ആംഗിൾ EQR എന്ന് കൊടുക്കാം അല്ലേ. ആംഗിൾ EQR, ഈ ആംഗിൾ അങ്ങനെ എഴുതാം, EQR പ്ലസ് ആംഗിൾ ERQ എന്ന് എടുക്കാം.
ദ ഈസ് ഡെൽറ്റ ഈസ് ഇക്വൽ ഇ ക്യു ആർ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര വരുന്നത്? ഇ ക്യു ആർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കണമെങ്കിൽ ഈ ആംഗിൾ I1 അല്ലേ, അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യുന്ന ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയാണ്? ദിസ് ഈസ് I1. ഇത് I1 ആയിരിക്കും, ഈ ആംഗിളും I1 ആയിരിക്കും. അത് ഇത്ര ആംഗിൾ എത്ര കവർ ചെയ്യുന്നുണ്ട്? R1. അപ്പോൾ ഈ റിമൈനിങ് ആംഗിൾ ഇത് എത്ര വരും? ദാറ്റ് ഈസ് I1 മൈനസ് R1. സോ ഇൻ ദ പ്ലേസ് ഓഫ് ആംഗിൾ EQR വി ക്യാൻ റൈറ്റ് I1 മൈനസ് R1 പ്ലസ് ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് EQR എടുക്കുകയാണെങ്കിൽ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു I2 മൈനസ് R2. ഇതെടുത്ത പോലെ തന്നെ അപ്പുറം എടുത്താൽ മതി. I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. ഇതൊന്നുകൂടെ കമ്പയർ ചെയ്താലോ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇനി ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് മൈനസ് ഇല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് R1 പ്ലസ് R2. ബട്ട് യു നോ ദ വാല്യൂ ഓഫ് R പ്ലസ് R2 ആസ് A. ഇക്വേഷൻ നമ്പർ 3 അനുസരിച്ച് R പ്ലസ് R2 A അല്ലേ. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ആംഗുലർ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് A. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം ആംഗിൾ ഡിവിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും സെക്കൻഡ് ഫേസിലെ ആംഗിൾ ഓഫ് എമർജൻസും ആഡ് ചെയ്തിട്ട് ഈ പ്രസക്തിൻ്റെ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് ദിസ് ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ്. Then we can go to a particular phenomena observed in the case of the prism, in which you can see when you are increasing the value of I1, ഫസ്റ്റ് ഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പം ഡെൽറ്റയും മാറും, ആംഗിൾ ഓഫ് ഡീവിയേഷനും മാറും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ I ഉണ്ടല്ലോ, നമ്മൾ I എന്ന് I1 നമ്മൾ പറയുന്നത്, I1 എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഡെൽറ്റയുടെ വാല്യൂ എന്തായിരിക്കും? കുറയും. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ 20 ഡിഗ്രി, അതിൽ നമ്മൾ 25 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി നമ്മൾ I1ൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ വാല്യൂ ആദ്യം ഡിക്രീസ് ചെയ്യും. എന്നിട്ട് ഒരു മിനിമം വാല്യൂ എത്തും. ആ മിനിമം വാല്യൂ എത്തിയതിനു ശേഷം ഈവൻ വെൻ യു ആർ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് I1, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫസ്റ്റ് ഫേസിൻ്റെ കൂട്ടിയാലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഫിനോമിന പ്രത്യേകത കണ്ടല്ലോ. ആദ്യം വിത്ത് ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ ഫസ്റ്റ് ഫേസ്, ദ വാല്യൂ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ്, then reaches a minimum value, and with the increase of angle of incidence again the value of angle of deviation increases. അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് കാണാം. അപ്പോൾ അതൊരു ഗ്രാഫ് വരച്ച് നമുക്ക് നോക്കണം, ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് നമ്മൾ കാണുന്നത് ഈ ഗ്രാഫിൻ്റെ ഒരു ആക്സിസ് എടുക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. ഇവിടെ I1 നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി അത് എടുക്കുന്നത് I എന്നെടുക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് ഡെൽറ്റ നമുക്ക് Y ആക്സിസിൽ എടുക്കാം, ശരിയല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഡിക്രീസസ്, റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസസ്, ഇങ്ങനെ കാണും. അപ്പോൾ ഐയുടെ വാല്യൂ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ I എന്ന് കൊടുത്തേക്കുന്നത്, ഈ വാല്യൂ കൂട്ടും തോറും ഈ ഡെൽറ്റയുടെ വാല്യൂ ആദ്യം കുറയുന്നു, റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസസ്. അപ്പോൾ ഈ മിനിമം വാല്യൂ ഉണ്ടല്ലോ, ഏറ്റവും ഡെൽറ്റയ്ക്ക് ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്നില്ലേ, അതിനെ വിളിക്കുന്ന മിനിമം ഡീവിയേഷൻ വിളിക്കുക, അതിന് ഡെൽറ്റ M എന്ന് കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ M എന്ന് പറഞ്ഞാൽ എന്താ? ഡീവിയേഷന് കിട്ടുന്ന ഈ പ്രസക്തിനകത്ത് ഡീവിയേഷന് കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷൻ അതിനെ വിളിക്കുന്ന പേര്. ഈ ഗ്രാഫിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത, വെൻ യു ടേക്ക് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഡീവിയേഷൻ, അപ്പോൾ അവിടുത്തെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കർവിൽ രണ്ട് ഭാഗത്ത് ടച്ച് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമുക്ക് ഡീവിയേഷൻ കിട്ടും. ഗ്രാഫ് നമ്മൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്യത്തില്ലേ, വേറൊരു ആംഗിൾ കിട്ടും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടുത്തെ, അവിടെയും നമുക്ക് സെയിം ഡീവിയേഷൻ കിട്ടത്തില്ലേ. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ സാധാരണ ഒരു ഡീവിയേഷൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ, അതായത് ഫോർ 2 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് യു ആർ ഗെറ്റിംഗ് ദ സെയിം വാല്യൂ. പക്ഷേ മിനിമം ഡീവിയേഷൻ്റെ പ്രത്യേകത നോക്കി, മിനിമം ഡീവിയേഷൻ്റെ പ്രത്യേകത അതായത് കറസ്പോണ്ടിങ് മിനിമം ഡീവിയേഷൻ ദറ്റ് ഈസ് ഓൺലി 1 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ. ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത I1ഉം I2ഉം ഈക്വലായിട്ട് കോയിൻസൈഡ് ചെയ്യാണ്. I1ൻ്റെ I2ൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഈക്വലായിട്ട് മാറുന്നു. അപ്പോൾ ഇത് നമുക്ക് I എന്നങ്ങ് എടുക്കും. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുത്തതേ ഉള്ളൂ, ദിസ് വാല്യൂ ഈസ് I. അപ്പോൾ ഇതിനെ നമ്മൾ I എന്നങ്ങ് എടുക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫിൻ്റെ എക്സസൈസിൽ നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് കൊടുക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആക്സിഡ് ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് കൊടുക്കുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇങ്ങനെ കൊടുത്താൽ. മറ്റ് മിനിമം ഡീവിയേഷൻ, മിനിമം ഡീവിയേഷൻ വരുന്ന ഭാഗത്ത് പ്രത്യേകത I1 I2 ഈക്വലാണ്,
ആ വാല്യൂ നമ്മൾ ഐ എന്നെടുക്കും. അപ്പോൾ നമുക്കറിയാം I1 I2 ഈക്വൽ അല്ലേ. അപ്പോൾ ഈ ഈ ഫിഗറിനകത്ത് R1 R2 ഈക്വൽ ആയിരിക്കും. ദെൻ R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഇതിലേക്ക് കൊടുക്കണം. മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ മിനിമം ഡീവിയേഷൻ പറഞ്ഞൊരു പൊസിഷനാണ് പ്രശ്നത്തിൽ എടുക്കുന്നതെങ്കിൽ അവിടെ രണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒറ്റ വാല്യൂവിലേക്ക് എത്തും. അവിടെ രണ്ട് ആംഗിൾ റിഫ്രാക്ഷൻ്റെ വാല്യൂം ഈക്വൽ ആവും. അപ്പോൾ R1 ഈസ് ഈക്വൽ R2 ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടും. അപ്പോൾ ഈ മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ ഇവിടേക്ക് അപ്ലൈ ആണെങ്കിൽ എയുടെ വാല്യൂ അപ്പോൾ എത്ര കിട്ടും? A ഈസ് ഈക്വൽ ടു R1 R2 R അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് R പ്ലസ് R എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു R. സോ R ഈസ് ഈക്വൽ ടു A/2. R ഈസ് ഈക്വൽ ടു. അപ്പോൾ മിനിമം ഡീവിയേഷനകത്ത് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അത് R ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെയും വാല്യൂ ഇപ്പോൾ എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു A/2. അപ്പോൾ ഈ പ്രിസത്തിൻ്റെ ആംഗിൾ 60 ഡിഗ്രി. ഈക്വൽ ആയിട്ട് പ്രിസം ആണെങ്കിൽ 60 വരും. 60 ആണെങ്കിൽ ഈ ആംഗിൾ 30 ആകും, 30 ആകും. ഇത് എത്ര വരും? 30 ആകും. അപ്പോൾ 30 + 30 എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 60. അത് അല്ലെങ്കിൽ 30 × 2 ഈസ് ഈക്വൽ ടു 60 നമുക്ക് എടുക്കാം. ദെൻ വി ക്യാൻ അപ്ലൈ ദ സെയിം കണ്ടീഷൻ ഇക്വേഷൻ 4ലേക്ക് അപ്ലൈ ചെയ്താൽ മിനിമം ഡീവിയേഷൻ അപ്പോൾ ഡെൽറ്റയുടെ പ്ലേസിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം ഡീവിയേഷൻ എപ്പോഴും ഡെൽറ്റ എം എന്നാണ് എടുക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം. അപ്പോൾ ഡെൽറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ഡെൽറ്റ എം എന്ന് കൊടുക്കണം. ഡെൽറ്റ എം ഈസ് ഈക്വൽ I1 ഈസ് ഈക്വൽ I2 ഈസ് ഈക്വൽ I എന്നല്ലേ. അപ്പോൾ നമുക്ക് I പ്ലസ് I മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു 2I മൈനസ് എ എന്ന് കിട്ടും. അതിനകത്തും നമുക്ക് 2iയുടെ വാല്യൂ എത്ര വരും? 2I ഈസ് ഈക്വൽ ടു A പ്ലസ് ഡെൽറ്റ എം എന്ന് കിട്ടും. അതിനകത്ത് I എത്രയാ? A പ്ലസ് ഡെൽറ്റ M/2 കിട്ടും. So corresponding to the minimum deviation you are having the value of R as A/2 and I is equal to A plus delta M divided by 2. അപ്പോൾ നമുക്ക് ഒരു ഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I അറിയാം, ആംഗിൾ റിഫ്രാക്ഷൻ R അറിയാമെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ റിഫൈനസ് കണ്ടുപിടിക്കേണ്ടത് therefore refractive index of the prism mu no n നമുക്ക് എടുക്കാം അല്ലേ. n എന്ന് എടുക്കാം. n is equal to sin A divided by sin R. That is n is equal to sin A plus delta M divided by 2. അത് ഐയുടെ വാല്യൂ അല്ലേ. ഡിവൈഡ് ബൈ sin A/2. അപ്പോൾ പ്രശ്നത്തിൽ നടക്കുന്ന റിഫ്രാക്ഷൻ വെച്ചുകൊണ്ട് ഈ ഫിനോമിന വെച്ചുകൊണ്ട് we can find out the refineness of the material of the prism. ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ ക്ലാസ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. റേയോപ്റ്റിക്സ് മിക്കവാറും എല്ലാം തീർന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.